നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പല പ്രമേഹം ബാധിച്ചിരിക്കുന്ന വ്യക്തികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഇവിടെ രോഗികൾ കാണാൻ വരുമ്പോൾ അവർക്ക് ഉള്ളൊരു പ്രശ്നം, അവർ വെറും വയറ്റിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഷുഗർ നിയന്ത്രണത്തിലാണ്. അവർ ഓൾറെഡി പ്രമേഹ രോഗികളാണ്, പ്രമേഹത്തിന് വേണ്ടിയുള്ള മരുന്നോ ഇഞ്ചക്ഷൻസോ ഒക്കെ എടുക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് കഴിച്ചു കഴിയുമ്പോഴാണ് അവരുടെ ഷുഗർ കുത്തനെ കൂടുന്നത്. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പേ വെറും വയറ്റിൽ നോക്കുമ്പോൾ ഷുഗർ 120, 130 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ 250 മുകളിലും 300 മുകളിലും പോകുന്ന ഒരു സാഹചര്യം. കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കൂടുന്ന സാഹചര്യം അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ എന്നാണ് അതിനെ പറയുന്നത്. അതിന് നമുക്ക് എന്ത് ടിപ്സിലൂടെ നമുക്കത് എങ്ങനെ അത് നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മരുന്നുകളിലൂടെ അല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഓർഡറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുക. സാധാരണ നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ ആദ്യം കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ ചോറായിരിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും, അല്ലെങ്കിൽ കപ്പയായിരിക്കാം, അല്ലെങ്കിൽ അപ്പം, പൊറോട്ട, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്. റൈസ്, വീറ്റ് അല്ലെങ്കിൽ ഓട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ആദ്യം നമ്മൾ വിശന്നിരിക്കുമ്പോൾ ആദ്യം എടുത്താൽ പെട്ടെന്ന് കുത്തനെ ഷുഗർ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ ആദ്യം വെജിറ്റബിൾസ്, അതുപോലെ തന്നെ തൈര്, അതുപോലെ നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം കഴിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തെടുത്താൽ ഈ ഷുഗർ വളരെ സ്റ്റീപ്പായിട്ട് കൂടുന്ന സാഹചര്യം നിങ്ങൾക്ക് ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഫുഡിൻ്റെ ഓർഡർ റീഅറേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിഷ്, മീറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ ആദ്യം എടുക്കുക, പച്ചക്കറികൾ കുറച്ച് ആദ്യം എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ചോറോ ചപ്പാത്തിയോ കഴിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അനുകരിക്കാമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇമ്പാക്റ്റ് അതുണ്ടാക്കും. രണ്ട്, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് ലൈറ്റ് എക്സസൈസസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് ഈ പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഷുഗർ കൂടുന്നത് തടയാനുള്ള സാഹചര്യം അതിന് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ നിങ്ങൾ അങ്ങനെ ഈ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ ഒത്തിരി കൂടുന്ന സാഹചര്യം നിങ്ങൾക്ക്, അത് കാരണം നിങ്ങളുടെ പ്രമേഹത്തിൻ്റെ കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യണമെന്നല്ല, പക്ഷേ നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈറ്റ് എക്സസൈസസ്, ഒരു 15 മിനിറ്റ്സ് വാക്കിംഗ്, വെറുതെ കഴിച്ചു കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങുന്ന സാഹചര്യം, അല്ലെങ്കിൽ വെറുതെ പോയി റെസ്റ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി എന്തെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈറ്റ് എക്സസൈസ് ചെയ്യാൻ മതി. ഇനിയിപ്പോൾ അങ്ങനത്തെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് സോളിയസ് പുഷപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാലിൻ്റെ പാദം വെച്ച് നമ്മൾ പൊക്കുകയും താഴ്ത്തുകയും ചെയ്ത് അങ്ങനെ നമ്മുടെ ഈ കാഫ് മസിൽസിനെ എക്സസൈസ് ചെയ്യുന്ന ഒരു രീതിയുമുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അനുകരിക്കാമെങ്കിൽ, കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ റൈസ്, ആ ഷുഗറിൻ്റെ ആ സ്റ്റീപ്പായിട്ടുള്ള കൂടുന്ന സാഹചര്യം നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലാതെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഡയറ്റിൻ്റെ രീതിയിൽ വരുന്ന ചേഞ്ചസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇതുകൊണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ പല രീതിയിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം, ഈ പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് പല രീതിയിലുള്ള മരുന്നുകളുണ്ട്. ഇപ്പോൾ എല്ലാ മരുന്നുകൾക്കും ഈ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കൂടുന്നത് തടയാനായിട്ടുള്ള കഴിവ് എല്ലാ മരുന്നുകൾക്കും ഇല്ല. അത് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി കഴിവുള്ള ചില മെഡിസിൻസ് ഉണ്ട്. റെപ്പാഗ്ലിനൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ചില മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ ഷുഗർ ഈ പെട്ടെന്ന് കൂടാതിരിക്കാൻ, കഴിച്ചു കഴിഞ്ഞ് കൂടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മരുന്നാണ് നമ്മൾ വോഗ്ലിബോസ് അല്ലെങ്കിൽ അക്കാർബോസ്. ഈ ഗ്രൂപ്പിൽ വരുന്ന മെഡിക്കേഷൻസിനും ഈ കഴിവ് സ്പെസിഫിക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇതാണ് പ്രശ്നമെങ്കിൽ ഇത്തരം മെഡിക്കേഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ കുത്തുന്ന രീതിയിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്ന വ്യക്തികളിലും ഇൻസുലിൻസും പല തരങ്ങളുണ്ട്. കഴിച്ചു കഴിയുമ്പോൾ കൂടുന്നത് തടയണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ, നമുക്ക് കൂടുതൽ കണ്ടന്റ് ഉള്ള രീതിയിലുള്ള ഇൻസുലിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമ്മുടെ ഇൻസുലിൻ ലെവൽസ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ മാറ്റിയാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്ന മിക്സ്ഡ് ഇൻസുലിൻസ് എല്ലാം 30-70 എന്നുള്ള മിക്സാണ്. ഇപ്പോൾ 30-70 മിക്സ് എന്ന് പറഞ്ഞാൽ 30% ഷോർട്ട് ആക്ടിങ്ങും 70% ലോങ് ആക്ടിങ്ങും. അതാണ് ഈ 30-70 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മിക്സിൽ നിന്ന് മാറി 50-50 മിക്സുകളുണ്ട്.
50% ഷോർട്ട് ആക്ടിങ്ങും 50% ലോങ് ആക്ടിങ്ങും. അപ്പോൾ ഈ 50% ഷോർട്ട് ആക്ടിങ് ഉള്ളത് കൊണ്ട് അത്തരം ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ഈ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കൂടുന്നത് തടയാനായിട്ട് അത്തരം ഇൻസുലിൻസ് കൂടുതൽ പവർഫുൾ ആണ്. അപ്പോൾ അത് ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ തന്നെ മാത്രമായിട്ട് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാവുന്ന തരം നല്ല ടോപ്പ് ലെവൽ ഇൻസുലിൻസ് ഉണ്ട്. അൾട്രാ ഷോർട്ട് ആക്ടിങ് ലിസ്പ്രോ, അൾട്രാ ഷോർട്ട് ആക്ടിങ് അസ്പാർട്ട്, ഇതുപോലെയുള്ള ഇഞ്ചക്ഷൻസ് ഇൻസുലിൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കുത്തുകയും അത് കഴിക്കുന്നത് കൂടുതലാണെങ്കിൽ കൂടുതൽ എടുക്കാം, കഴിക്കുന്നത് കുറവാണെങ്കിൽ നമുക്ക് കുറവെടുക്കാം, അങ്ങനെ നമുക്ക് വേരിയും ചെയ്യാം. അതിന് വളരെ റാപ്പിഡ് ആക്ഷനാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ആ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ ഈ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കൂടുന്ന സാഹചര്യം അതിൽ തടയാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ഇൻസുലിൻ തെറാപ്പി നമുക്ക് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ വേറെ ഒരു ഓപ്ഷൻ, നമുക്ക് ഒരു കോമ്പിനേഷൻ ഇഞ്ചക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ലോങ് ആക്ടിങ് ഇൻസുലിനും അതുപോലെ തന്നെ ഒരു GLP-1 ഏജൻറ്റും, ലിക്സിസെനറ്റൈഡ് എന്ന് പറയുന്ന ഒരു GLP-1 ഏജൻറ്റും കൂടിയായിട്ട് കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചാലും അതിനും ഈ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കൂടുന്നത് തടയാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് HbA1c അല്ലെങ്കിൽ 3 മാസത്തെ ഷുഗറിൻ്റെ കൺട്രോൾ നിലനിൽക്കണമെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗറും കൺട്രോൾ ആയിരിക്കണം. കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന ആ വാല്യൂവും കൺട്രോളിൽ കിട്ടണം. അപ്പോൾ ചില കേസിൽ നമുക്ക് ഫാസ്റ്റിംഗ് എപ്പോഴും നല്ല കൺട്രോൾ ആയിരിക്കും, പക്ഷേ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കുത്തനെ കൂടണ ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ മാറുന്നില്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചില ടാബ്ലറ്റ്സ് ഉണ്ട്. അതിലും നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ്റെ അകത്ത്, നമ്മൾ ഓൾറെഡി ഇൻസുലിൻ കുത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ ഇൻസുലിൻ്റെ കണ്ടന്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോമ്പസിഷനോ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. നന്നായിട്ട് അത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ 3 മാസത്തെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് HbA1c ഇതുവരെ നിങ്ങൾക്ക് കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ അത് കൺട്രോൾ ആക്കാൻ പറ്റും. 2, മിക്ക പഠനങ്ങളിലും കാണിക്കുന്നത് ഈ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കൂടുന്നത് ഈ ഹൃദ്രോഗം വരാനായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് റിസ്ക് ഫാക്ടറാണെന്നുള്ളതാണ്. അപ്പോൾ ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യതയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിന് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നന്ദി, നമസ്കാരം.